സ്വാഗതം മാറ്റങ്ങളുടെ ലോകത്തേക്ക്. നമസ്കാരം. ട്രെൻഡിറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വെറും ഒരു കാലഘട്ടത്തിലല്ല, മറിച്ച് ഒരു വിപ്ലവത്തിലാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സ്വീകരണ മുറിയിലെ നിത്യ കാഴ്ചകളായി മാറിയിരിക്കുന്നു. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതശൈലിയെ ലളിതമാക്കുന്ന സ്മാർട്ട് ഗാഡ്ജറ്റുകൾ ഒരു വശത്ത്, നമ്മുടെ വ്യക്തിത്വത്തിന് പുതിയൊരു ഭാഷ നൽകുന്ന ഫാഷൻ വിപ്ലവങ്ങൾ മറുവശത്ത്. 2026 എത്തുമ്പോൾ ട്രെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറിയിരിക്കുന്നു. അത് വെറും താൽക്കാലികമായ ഒന്നല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ സർഗാത്മകതയും തമ്മിലുള്ള ഒരു മനോഹരമായ ഇഴചേരലാണ്. സോഷ്യൽ മീഡിയ ഫീഡുകളിലും ഗ്ലോബൽ മാർക്കറ്റിലും ഒരുപോലെ തരംഗമാകുന്ന ആവേശകരമായ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ്. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് വരാനിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചല്ല, ഇപ്പോൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവങ്ങളെ കുറിച്ചാണ്. വീട് വൃത്തിയാക്കുക എന്നത് നമ്മളിൽ പലർക്കും വലിയൊരു തലവേദനയാണ്. ആ കഷ്ടപ്പാട് കുറയ്ക്കാനാണ് കുറച്ചു കാലം മുമ്പ് റോബോട്ടിക് വാക്വം ക്ലീനറുകൾ വിപണിയിലെത്തിയത്. എന്നാൽ അവയ്ക്ക് ഒരു വലിയ പരിമിതി ഉണ്ടായിരുന്നു. തറ നിരപ്പല്ലെങ്കിൽ ഒരു ചെറിയ പടിയുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക് രൂപത്തിലുള്ള റോബോട്ടുകൾ അവിടെ കുടുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ 2026 ആ പരിമിതി പഴങ്കഥയായി മാറുന്നു. ഇവിടെയാണ് റോബോറോ സരോസ് എന്ന അത്ഭുതം അവതരിക്കുന്നത്. സാധാരണ ചക്രങ്ങൾക്ക് പകരം ഫ്രോഗ് ലെഗ്സ് ഡിസൈനുമായിട്ടാണ് ഇതിന്റെ വരവ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വരും സെഗ്മെന്റിൽ അറിയുന്നതാണ്. ഇനി നമുക്ക് സാങ്കേതിക വിദ്യയുടെ മറ്റൊരു തലത്തിലേക്ക് കടക്കാം. ഗാഡ്ജറ്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങളിലേക്ക് പടർന്നിരിക്കുകയാണ്. ധരിക്കാവുന്ന സാങ്കേതിക വിദ്യ അഥവാ വെയറബിൾ ടെക് എന്ന സങ്കല്പം 2026 എത്തി നിൽക്കുന്നത് സ്മാർട്ട് ബയോ ഫാബ്രിക്സിലാണ്. അതെ, നിറം മാറുന്ന വസ്ത്രങ്ങൾ, കളർ ഷിഫ്റ്റിംഗ് മാജിക്. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ ഓഫീസിലേക്ക് ഇട്ടുകൊണ്ടു പോകുന്ന മാന്യമായ ഒരു വൈറ്റ് ഷർട്ട് വൈകുന്നേരം ഒരു സുഹൃത്തിന്റെ കല്യാണത്തിനോ പാർട്ടിക്കോ പോകുമ്പോൾ ഒരു ആപ്പ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് ഗോൾഡൻ നിറത്തിലേക്കോ അല്ലെങ്കിൽ നിയോൺ ഷെയ്ഡിലേക്കോ മാറുന്നു. ഇത് മാന്ത്രികമല്ല, സയൻസ് ആണ്. വസ്ത്രങ്ങളിലെ നാരുകൾക്കിടയിൽ ഘടിപ്പിച്ചിട്ടുള്ള നാനോ സെൻസറുകളും ഇലക്ട്രോക്രോമിക് ഡൈകളും ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. നമ്മുടെ ശരീര താപനിലയോ മൂഡോ മാറുന്നതിനനുസരിച്ച് നിറം മാറുന്ന ഇമോഷൻ സെൻസിറ്റീവ് വസ്ത്രങ്ങളും ഈ വർഷത്തെ ഹോട്ട് ട്രെൻഡാണ്. എക്കോ ഫ്രണ്ട്ലി ലക്ഷറി. കടൽ പായലിൽ നിന്ന് ഒരു ഷർട്ട്. 2026 ഫാഷൻ ലോകത്തെ മറ്റൊരു വിപ്ലവമാണ് സസ്റ്റൈനബിലിറ്റി എന്നത്. ഫാഷൻ ഇൻഡസ്ട്രി പരിസ്ഥിതിക്ക് വരുത്തുന്ന ദോഷം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നും കടൽ പായലുകളിൽ നിന്നും നിർമ്മിക്കുന്ന പ്രീമിയം വസ്ത്രങ്ങൾ ഇപ്പോൾ ഫാഷൻ റൺവേകളിൽ നിറയുകയാണ്. പ്രശസ്ത ഡിസൈനർമാർ ഇപ്പോൾ ഫാസ്റ്റ് ഫാഷൻ ഉപേക്ഷിച്ച് കാലാകാലം നിലനിൽക്കുന്നതും എന്നാൽ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതുമായ വസ്ത്രങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങൾ എന്ത് ധരിക്കുന്നു എന്നത് നിങ്ങളുടെ സ്റ്റൈൽ മാത്രമല്ല, പരിസ്ഥിതിയോടുള്ള നിങ്ങളുടെ നിലപാട് കൂടിയാണ് എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. ഫാഷൻ ലോകം എപ്പോഴും വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാറുണ്ട്. പഴയത് വീണ്ടും വരുന്നു. പക്ഷേ 2026 അത് വരുന്നത് ചെറിയൊരു ട്വിസ്റ്റോട് കൂടിയാണ്. ഇതിനെയാണ് നമ്മൾ റെട്രോ ഫ്യൂച്ചറിസം എന്ന് വിളിക്കുന്നത്. 90കളിലെ ആ പഴയ സ്പിരിറ്റും 2026 ഹൈടെക്കും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ. ബാഗി സ്റ്റൈൽസ് വിത്ത് മെറ്റാലിക് ഫിനിഷ്. 90കളിൽ നമ്മൾ കണ്ടിട്ടുള്ള ബാഗി പാന്റുകളും ഓവർ സൈസ്ഡ് ടീഷർട്ടുകളും ഓർമ്മയില്ലേ? അവ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവ വെറും കോട്ടൺ തുണികളല്ല, അവയ്ക്ക് മുകളിൽ ഒരു മെറ്റാലിക് കോട്ടിംഗ് ഉണ്ട്. രാത്രികാലങ്ങളിൽ തിളങ്ങുന്ന നിയോൺ ലൈറ്റുകൾ വസ്ത്രങ്ങളിൽ തുന്നിച്ചേർത്തിരിക്കുന്നു. സൈബർ പങ്ക് സിനിമകളിലെ കഥാപാത്രങ്ങളെ പോലെ ആളുകൾ റോഡിലൂടെ നടക്കുന്നത് ഇന്ന് സാധാരണ കാഴ്ചയാണ്. ട്രാൻസ്പെറന്റ് ആക്സസറീസ്. ബാഗുകൾ മുതൽ ഷൂസുകൾ വരെ എല്ലാം ഇപ്പോൾ സുതാര്യമാണ്. പ്രത്യേകിച്ച് ട്രാൻസ്പെറന്റ് ഗ്ലാസുകൾ. എന്നാൽ ഇതൊരു സാധാരണ ഗ്ലാസ് അല്ല, ഇവ AR ഗ്ലാസസ് ആണ്, അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റി. നടന്നു പോകുമ്പോൾ തന്നെ റോഡ് സൈഡിലെ കടകളുടെ വിവരങ്ങൾ നിങ്ങളുടെ കണ്ണടയിൽ തെളിയും. വാട്സപ്പ് മെസ്സേജുകൾ വായിക്കുവാനും സിനിമ കാണാനും ഈ കണ്ണടകൾ സഹായിക്കുന്നു.
സ്റ്റൈലും ഫംഗ്ഷനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഈ ആക്സസറികൾ 2026 ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ്. നമുക്ക് എന്തിണങ്ങും, ഇന്ന് ഏത് ഡ്രസ് ധരിക്കണം എന്ന കാര്യത്തിൽ ഇനിയും കൺഫ്യൂഷൻ വേണ്ട. അതിനായി ഇപ്പോൾ AI പേഴ്സണൽ സ്റ്റൈലിസ്റ്റുകൾ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഫോണിലെ ഒരു ആപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്മാർട്ട് മിറർ നിങ്ങളുടെ ബോഡി ടൈപ്പും ചർമ്മത്തിന്റെ നിറവും അന്നത്തെ കാലാവസ്ഥയും അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ വാർഡ്രോബിലുള്ള വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് നൽകുന്നു. ഇതിനകം തന്നെ ഇൻസ്റ്റഗ്രാമിലെ പ്രമുഖ ഇൻഫ്ലുവൻസർമാർ ഇത്തരം AI ടൂളുകൾ ഉപയോഗിച്ചാണ് അവരുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ കണ്ടെത്തുന്നത്. നിങ്ങളൊരു വസ്ത്രം വാങ്ങാൻ കടയിൽ പോകുമ്പോൾ പോലും അത് നിങ്ങൾക്ക് ചേരുമോ എന്ന് ആ ആപ്പ് മുൻകൂട്ടി പറഞ്ഞു തരും. ഈ മാറ്റങ്ങൾ ലോകത്തിൻ്റെത് മാത്രമാണോ? അല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ തരംഗം ആഞ്ഞടിക്കുകയാണ്. 2026 കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഇത്തരം ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിലേക്ക് എത്തിക്കുന്നു. കൊച്ചിയിലെ ഒരു വീട്ടമ്മ ഇന്ന് റോബോറോക്ക് ഉപയോഗിച്ച് വീട് വൃത്തിയാക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു IT പ്രൊഫഷണൽ തന്റെ സ്മാർട്ട് ഫാബ്രിക് ഉപയോഗിച്ച് മീറ്റിംഗിന് തയ്യാറെടുക്കുന്നു. ഈ മാറ്റം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: സാങ്കേതിക വിദ്യ ആർക്കും അന്യമല്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. വീട് വൃത്തിയാക്കാൻ പടികൾ കയറുന്ന റോബോട്ടുകൾ, ശരീര താപനിലയ്ക്ക് അനുസരിച്ച് നിറം മാറുന്ന അത്ഭുത വസ്ത്രങ്ങൾ, 90കളുടെ സ്മരണകൾ ഉണർത്തുന്ന റെട്രോ ഫ്യൂച്ചറിസം. 2026 നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് തുടക്കം മാത്രമാണ്. സാങ്കേതിക വിദ്യ നമ്മുടെ സർഗാത്മകതയെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് അതിന് പുതിയ ചിറകുകൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ട്രെൻഡുകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഏതാണ് എന്ന് പറയുമല്ലോ. പുത്തൻ സാങ്കേതിക വിദ്യകളും വിസ്മയിപ്പിക്കുന്ന ഫാഷൻ വിശേഷങ്ങളുമായി ട്രെൻഡിറ്റിന്റെ അടുത്ത സെഗ്മെന്റുകൾ വരികയാണ്. ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന റോബോറോക്ക് വിത്ത് ലെഗ്സിന്റെ വിശേഷങ്ങളാണ് ട്രെൻഡിറ്റിന്റെ ന്യൂ ഇൻ സെഗ്മെന്റിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പോകാം അടുത്ത സെഗ്മെന്റിലേക്ക്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.